നമ്മുടെ ഫിൻടാക്സ്മാൻ്റെ പേജിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. 30 lakh ആണ് അവർക്ക് ഫണ്ടിങ് വേണ്ടത്. സോ അതിനുവേണ്ടി എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിനുവേണ്ടി ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു ഡൗട്ട്. 30 lakhs-ൻ്റെ ആപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇനി ചെയ്യണം. ഓക്കെ, അപ്പോൾ നോർമലി ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, അവരെ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പം 30 lakhs അല്ലെ 50 lakhs അതിനു വേണ്ടി ആണ് ഫണ്ട് നോക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആപ്പും സ്റ്റക്കായി പോകുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യണം. ആ മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇവരെപ്പോഴും കാണാറില്ല. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ ചെയ്യണം എന്നതിന് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം, ഒരു ബിസിനസ് പ്ലാൻ വേണം. ഈ ആപ്പ് എന്തിനു നമ്മൾ ഉണ്ടാക്കണം, ഈ ആപ്പ് ആര് ഡൗൺലോഡ് ചെയ്യും, ആ ആപ്പ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനൊക്കെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആപ്പിൽ നിന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ആപ്പിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആ ആപ്പ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ആപ്പിന് ആരാണ് കാശ് തരുന്നത് എന്നുള്ളതും, അതാണ് റവന്യൂ മോഡൽ. അതായിരിക്കും കൂടുതലും ഒരു ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം. നമ്മൾ ഈ 30 ലക്ഷം കൊണ്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ ആപ്പ് സ്റ്റക്കായി പോകും. കാര്യം നമുക്കത് ഫർദർ മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ ചിലപ്പോൾ കാശ് ഉണ്ടാവണമെന്നില്ല. Fintaxman, the mentor your business needs.